ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഫജിറ്റ റൈസും ഹണി ചില്ലി ചിക്കനുമാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് സോസ് പാസ്തയും കൂടി ആക്കിയിട്ടുണ്ട്. അതുണ്ടാക്കുന്നത് ആദ്യം പാസ്തയാണ് ഉണ്ടാക്കിയത്. അതിന് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് ക്രഷ്ഡ് മുളകും പിന്നെ അതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും 1 ടീസ്പൂൺ തന്നെ മൈദപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് മിക്സാക്കി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ അതിന് വേണ്ടിയുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ മൈദപ്പൊടിയും കൂടി ചേർത്ത് നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് 1.5 കപ്പോളം പാൽ ചേർത്ത് കൊടുത്ത് പിന്നെ ഇതുപോലെ ചീസ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സും കുരുമുളകിൻ്റെ പൊടിയും ഒരിക്കാനൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമുക്ക് അതൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ട്രേയിൽ നമുക്ക് ആ പാസ്ത ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഈ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ചേർത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കാം. ചീസും ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ഓവനിൽ വെച്ച് ചീസ് മെൽറ്റാവുന്നത് വരെ ഒന്ന് ഓവനിൽ വെച്ചെടുക്കാം. അപ്പോൾ വൈറ്റ് സോസ് പാസ്ത റെഡിയായി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഫജിറ്റ റൈസാണ്. അതിന് വേണ്ടി ബട്ടർ ചേർത്ത് അതിലേക്ക് ഏലക്കായ്, പട്ട, കറാമ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തത്. അത് ഈ ബട്ടറിലേക്ക് നന്നായി ഒന്ന് മിക്സാക്കി വറുത്തെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ഹാഫ് ലെമണും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് 2 മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി 3 കപ്പ് വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കുന്നതാണ്. കുറച്ച് വെളുത്തുള്ളിയും 1 സവാളയും അതുപോലെ 1 മാഗി ക്യൂബും പിന്നെ 1 ക്യാരറ്റും 1 ക്യാപ്സിക്കവും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 മുട്ടയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ മിക്സാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് ഈ വേവിച്ച് വെച്ച ചോറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് വേണ്ടി ഹണി ചില്ലി ചിക്കൻ ആക്കിയിട്ടുണ്ട്. അതിന് ചിക്കനിൽ ഇതുപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, കുരുമുളകിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 സവാള കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യാം. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് സോയാ സോസും കെച്ചപ്പും ഹണിയൊക്കെ മിക്സ് ആക്കിയതാണ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ചിക്കന്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾ ഫജിറ്റ റൈസും ഹണി ചില്ലി ചിക്കനും അതുപോലെ വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കി വളരെ എളുപ്പത്തിലും പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.